ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിലും രുചികരമായും തയ്യാറാക്കാവുന്ന ഒരു നാടൻ വിഭവമാണ് വെള്ളരിക്ക പച്ചടി. ഓണസദ്യയിലും മറ്റ് വിശേഷ ദിവസങ്ങളിലും സദ്യകളിലെ ഒരു പ്രധാന വിഭവം കൂടിയാണ് വെള്ളരിക്ക പച്ചടി. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. ഇനി നമുക്ക് വെള്ളരിക്ക നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം മുറിച്ചെടുക്കാം. നല്ല ഫ്രഷായിട്ടുള്ള വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത്. വെള്ളരിക്ക മുറിക്കുമ്പോൾ നമുക്ക് തൊലിയോടുകൂടി തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ തൊലി കളഞ്ഞതിന് ശേഷവും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ വെള്ളരിക്ക മുറിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലായിട്ട് സീഡ്സ് കാണാം. സീഡ്സ് എല്ലാം നമുക്ക് കളയേണ്ടതാണ്. അതിനുശേഷം നമുക്കിതിൻ്റെ തൊലി കളയണം. മുറിക്കുമ്പോൾ തന്നെ നല്ല ഫ്രഷ്നെസ്സും ക്രിസ്പിനെസ്സും കാണാം. നമുക്കിത് കട്ടിയിലോ അല്ലെങ്കിൽ നേർത്തതായിട്ടോ മുറിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ചെറുതായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. മുറിച്ചെടുത്തിട്ടുള്ള വെള്ളരിക്ക ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം 1/4 കപ്പ് അളവിൽ വെള്ളമൊഴിച്ച് നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 7 മിനിറ്റ് കൊണ്ട് തന്നെ വെള്ളരിക്ക നന്നായിട്ട് വെന്ത് കിട്ടും. ഈ സമയത്ത് നമുക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ചേർത്ത് കൊടുത്തു. 1/4 ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുത്തു. 1/4 കപ്പ് അളവിൽ വെള്ളമൊഴിച്ച് നന്നായിട്ട് നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ചേർത്തതിന് ശേഷം കൂടുതലായിട്ട് അരഞ്ഞു പോകാതെ ചതച്ചെടുക്കുന്ന രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി നമുക്ക് വെള്ളരിക്ക വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. അടപ്പ് തുറന്നതിന് ശേഷം നന്നായിട്ട് തന്നെ വെള്ളമെല്ലാം വറ്റിയിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ജാറിലേക്ക് തന്നെ 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഈ വെള്ളരിക്കയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. 1/4 കപ്പ് അളവിൽ തൈര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം വളരെ കുറഞ്ഞ തീയിൽ വെച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് സമയം ഒന്ന് തിളപ്പിക്കാം. തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യണം. അധികമായിട്ട് തിളച്ച് പോകാൻ പാടില്ല, അപ്പോൾ ടേസ്റ്റിന് വ്യത്യാസം വരും. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രം 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം 2 വറ്റൽമുളക് മുറിച്ചതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളരിക്ക പച്ചടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന വെള്ളരിക്ക പച്ചടി തയ്യാറായി കഴിഞ്ഞു. നിങ്ങളിത് ചോറിനൊപ്പം കഴിച്ചു നോക്കൂ, വളരെയധികം ഇഷ്ടപ്പെടും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു രുചികരമായ റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി, സ്നേഹത്തോടെ നമസ്കാരം.